ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ബേബി ബർത്ത് ഡീറ്റെയിൽസ് ഫ്രെയിം ചെയ്യാം എന്നുള്ളതാണ്. അതിനാദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ഇരുന്ന് കാണണം. എന്നാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേബി ബർത്ത് ഡീറ്റെയിൽസ് ഫ്രെയിം കൊണ്ടാണ്. അതാണ് എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ. അതിൻ്റെ ഒരു സ്റ്റാർട്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ പിള്ളേരുടെ ഫ്രെയിം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പേജസ് കണ്ട് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചപ്പം അവർ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചു ഇത്രയ്ക്കൊക്കെ ഉണ്ടോ ഇതിന്. അപ്പോൾ ഞാനും വിളിച്ചാലും ഡിസ്കസ് ചെയ്യിപ്പിച്ചാൽ പറഞ്ഞ കാണിച്ചു യൂട്യൂബിലും ചെയ്ത് നോക്കി നോക്കുക എങ്ങനെ ഇത് ഉണ്ടാക്കണേ നോക്കി നോക്കുന്നതാണ്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി സംഭവം ഞാൻ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടീച്ചർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു സംഭവം ചിലപ്പോൾ നമുക്ക് ഓർഡേഴ്സൊക്കെ കിട്ടിയാലോ. നീ എന്തായാലും ഇപ്പോൾ വെറുതെ ഇരിക്കുവാണല്ലോ. അപ്പോൾ എനിക്കാണെങ്കിലും അപ്പോൾ വെറുതെ ഇരിക്കാൻ താല്പര്യമില്ലാത്തൊരു സമയമായിരുന്നു. എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ കോയിൻസിഡൻ്റലി നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോൾ ഇപ്പം അത്യാവശ്യത്തിന് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ സംഭവം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടി അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ കാര്യപരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് സ്റ്റാർട്ടിങ് എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ലാഭം നമ്മൾ എന്തായാലും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. അതായത് ചില വീഡിയോസിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഫ്രെയിംസൊക്കെ ഓൺലൈൻ വഴി വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഓൺലൈൻ വഴി വാങ്ങുന്നതിനേക്കാളും നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുവാന്നാണ് കുറച്ചും കൂടി നമുക്ക് ലാഭം ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ലാഭമുണ്ട് എന്ന് പറഞ്ഞത് പൈസയുടെ ലാഭം മാത്രമല്ല കേട്ടോ. കാരണം ഓഫ് കോഴ്സ് പൈസയുടെ ലാഭമുണ്ട്. കാരണം നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്നതിനേക്കാളും റേറ്റ് കുറവാണ് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ സാധനം വാങ്ങാമെന്നാണെങ്കിൽ. അത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ വാങ്ങുകയാണെങ്കിൽ അതേ സംഭവം നമ്മൾ സാധനം ഓർഡർ ചെയ്യുന്നു, പൈസ അവർക്ക് കൊടുക്കുന്നു, അവർ സംഭവം വീട്ടിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് അയച്ചിട്ടുന്ന സംഭവം നമ്മുടെ കയ്യിൽ കിട്ടണോ. പ്രോസസ്സ് സെയിം ആണ്, നമ്മുടെ കയ്യിലേക്ക് സാധനം കിട്ടുന്ന ആ സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് നമുക്ക് കുറച്ചും കൂടി നമുക്കൊന്ന് എന്താ പറയുക നമ്മുടെ ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നാളെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ചിലപ്പോൾ അവർക്ക് നമ്മോട് പറഞ്ഞു തരാനായിട്ട് അറിയാൻ പറ്റിയിരിക്കും. കാരണം നമ്മളെക്കാളും കുറച്ചും കൂടി അവർക്ക് നല്ല കാര്യങ്ങൾ അറിയാം. നമ്മൾ സ്റ്റാർട്ടേഴ്സിനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിയില്ല, നമ്മളെക്കാളും കുറച്ചും കൂടി ധാരണ അവർക്കുണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല പിന്നെ ഇപ്പം അവരുടെ ഒരു കസ്റ്റമർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ചിലപ്പോൾ റേറ്റ് കുറവിൽ സാധനം കിട്ടാനായിട്ടുള്ള സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ലാഭം എന്ന് പറഞ്ഞത്. ഇനി എനിക്ക് പറ്റിയ കുറച്ച് തെറ്റുകൾ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് മണ്ടത്തരം പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാനായിട്ട് പ്രത്യേകിച്ച് ആൾക്കാരില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് നമ്മൾ സംഭവം ഇതിനെ കുറച്ച് പേജസ് നോക്കിയിട്ടാണ് നമ്മളിതിൻ്റെ റേറ്റ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എൻ്റെ വിചാരം ഇതാണ് എൻ്റെ റേറ്റ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ബിസിനസ് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ റേറ്റും അറിയണം, നോർമലായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ റേറ്റും അറിയണം. കാരണം നമ്മൾ അത്ര ഹൈയിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ നമ്മൾ നോർമൽ ഒരു ആൾക്കാരുമല്ല, നമ്മൾ അതിനേക്കാളും ബിലോ ആയിട്ട് നിൽക്കുന്നത്. കാരണം നമ്മൾ സ്റ്റാർട്ടറാണ്, നമ്മളെ എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് നാലാൾക്കാർ അറിയണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ അറിയുള്ളൂ. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാളും കുറച്ച് പൈസ നമ്മൾ വാങ്ങിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർ നമുക്ക് ഓർഡർ തരുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? കാരണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് മറ്റുള്ള എല്ലാവരേക്കാളും കുറച്ച് നമ്മൾ പൈസ പറയണം. ഇനിയിപ്പോൾ ലാഭം ഇല്ലെങ്കിൽ പോലും നമ്മൾ ചിലവാക്കിയ പൈസ നമുക്ക് വാങ്ങാം. അതല്ലാണ്ട് ഇനിയിപ്പോൾ ലാഭമായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളതൊരു വിഷമം വിചാരിക്കരുത്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് കൊടുക്കുന്നത് ഫുൾ പരസ്യമാണ്. നമ്മൾ ഈ പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് നാലാൾക്കാർ അറിയാൻ വേണ്ടിയുള്ള പരസ്യം മാത്രമാണ്. എന്നിട്ട് നമ്മൾ ആ സംഭവങ്ങൾ നമ്മൾ നല്ല ഭംഗിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടാം, ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക, അവരോട് സ്റ്റാറ്റസ് ഇടാൻ പറയാം. പിന്നെ നമ്മുടെ FB, ഇൻസ്റ്റ, പറ്റുകയാണെങ്കിൽ യൂട്യൂബ്, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ ഇത് ഇടുക. നമ്മളിത് ചെയ്യുന്നുണ്ടെന്ന് നാലാൾക്കാർ അറിയണമല്ലോ. നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ചെയ്തിട്ട് കാര്യമില്ല, ആൾക്കാർ അറിഞ്ഞാൽ മാത്രമാണ് വാങ്ങുള്ളൂ. ഇനിയും ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ
കണ്ടാലോ? ബാ. ഇവിടെ നമുക്ക് നമ്മുടെ പരിപാടി ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി 2 ആപ്പാണ് വേണ്ടത്. ഒന്ന് പിൻട്രസ്റ്റും പിന്നെ ഒന്ന് ക്യാൻവയും. അപ്പോൾ ഇത് രണ്ടും ഇപ്പം എൻ്റെ ഫോണിൽ ഡൗൺലോഡഡ് ആണ്. അത് കാരണം ഞാൻ ആദ്യം തന്നെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളവിടെ സെർച്ച് ബാറിൽ നമുക്ക് ആവശ്യമുള്ള സംഭവം നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇതങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കുറേ നല്ല നല്ല ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം അധികം കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ആദ്യം കണ്ട ആ ഫോട്ടോ തന്നെ ഡൗൺലോഡ് ചെയ്യുവാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 3 കുത്തിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് എന്ന് വരും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഇപ്പം നമ്മുടെ ഗാലറിയിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ എൻ്റെ ഗാലറി നോക്കിയപ്പോൾ അവിടെ അത് വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ ക്യാൻവ ആപ്പാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അത് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ ക്യാൻവ എന്നടിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു ബ്ലൂ കളറിൽ ലോഗോ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ക്യാൻവയുടെ ലോഗോ. അപ്പോൾ ഇത് കാണുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് വരും. കുറേ ഫോൾഡേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോൾഡറാണ്. അപ്പം അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഏത് ഫ്രെയിമിലാണോ നമ്മൾ ഈ ഫോട്ടോ അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്രെയിമിൻ്റെ സൈസ് വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്ന് ചോദിക്കുന്നിടത്ത് നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു A4 സൈസിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ A4 അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് വരും. അതിൽ A4 പോർട്രേറ്റ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേജ് വരും. അത് നമ്മളൊന്ന് ക്യാൻസൽ ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ A4 സൈസിലുള്ള ഒരു സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ഔട്ട്ലൈനിൽ നമുക്ക് വരും. അതവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ റീപ്ലേസ് ഉണ്ട്. അവിടെ റീപ്ലേസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വാൾപേപ്പർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഈ A4 സൈസിലേക്ക് വരും. നമുക്ക് താഴെ ഇതിൻ്റെ ട്രാൻസ്പെറൻസി കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറൻസി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫ്രെയിമാണ് നമ്മുടെ ബേബിയുടെ ഫോട്ടോ വെക്കാനായിട്ട്. അപ്പോൾ അതിന് താഴെ എലമെൻസിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ മുകളിൽ ഫ്രെയിം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിമിൻ്റെ തന്നെ ഇനിയും കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ ഈ സിയോൾ അടിച്ചാലാണ് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഓപ്ഷൻസിലേക്ക് പോകുന്നില്ല. നമുക്ക് ആ സ്ക്വയർ മാത്രം മതി. അങ്ങനെ സ്ക്വയർ നമ്മൾ എടുത്തു, അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കി. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു ക്രോസ് ബാർ ഉണ്ട്. അതുമ്പോൾ ജസ്റ്റ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു കോപ്പിയും കൂടി നമുക്ക് കിട്ടും. ആ കോപ്പി ഇത്രയും വലിയ സൈസ് വേണ്ട, നമുക്ക് പാരൻസിൻ്റെ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെറിയ സൈസിൽ നമുക്ക് എടുത്താൽ മതി. നമുക്ക് ഇതിൽ ഫോട്ടോ ചെയ്യാൻ വേണ്ടി അതുമ്പോൾ ജസ്റ്റ് ഞെക്കുമ്പോൾ താഴെ റീപ്ലേസ് എന്ന് പറഞ്ഞ് വരും. ആ റീപ്ലേസിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ബേബിയുടെ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ സെലക്ട് ചെയ്ത ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് ചെയ്യാനായിട്ട് താഴെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫോട്ടോ ഞെക്കി കഴിയുമ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ക്രോപ്പിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് പാരൻസിൻ്റെ ഫോട്ടോ ആണ്. സെയിം പോലെ തന്നെ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റീപ്ലേസ് എന്ന് പറഞ്ഞ് വരും. റീപ്ലേസിൽ നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ഫോട്ടോ നമുക്ക് ആ ഫോട്ടോ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ ക്രോപ്പിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പം നമ്മൾ ഫോട്ടോസ് എല്ലാം നമ്മൾ ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബേബിയുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആഡ് ടു ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് അവിടെ ബാവയുടെ പേരടിച്ചു കൊടുക്കാം. അങ്ങനെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഫോണ്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പേര് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഫോണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഏരോമ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ അലക്സ് ബ്രഷ് എന്നുള്ള ഈ ഒരു ഫോണ്ടാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടണം. ഫോണ്ട് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഫോണ്ട് സൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് കളർ മാറ്റണം. അതുപോലെ തന്നെ സെയിം താഴെ നമുക്ക് കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കളർ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്യൂട്ടായിട്ടുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കത് കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ആക്കണം. പിന്നെ നമ്മുടെ പേരിൻ്റെ സൈസും നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് കൂട്ടാം. ഇപ്പോൾ നമ്മൾ ബേബിയുടെ നെയിമിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടെക്സ്റ്റിൽ ബ്ലെസ്ഡ് പാരൻസ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാരൻസിൻ്റെ ഫോട്ടോൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫോണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം എന്നുള്ളതാണ്. ഇതൊക്കെ ക്രിയേറ്ററിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബേബിയുടെ നെയിം മാത്രം ഒരു ഫോണ്ടിലും ബാക്കി എല്ലാ ഡീറ്റെയിൽസും വേറൊരു ഫോണ്ടിലുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലെസ്ഡ് പാരൻസിന് അടിച്ചു കൊടുത്തു. ഇനി നമ്മൾ സെലക്ട് ചെയ്തത് നമ്മുടെ ഫോണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതും സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് നമ്മുടെ സൈസ് ഒന്ന് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബേബിയുടെ പാരൻസിൻ്റെ നെയിം നമുക്കിവിടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പി കിട്ടും. ആ കോപ്പിയിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. താഴെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പാരൻസിൻ്റെ പേര് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ മാറ്റാനും നമ്മുടെ ഫോണ്ട് മാറ്റാനും സൈസ് മാറ്റാനും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സംഭവം, നമ്മുടെ ബേബിയുടെ ബർത്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി താഴെ എലമെൻസിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി സെർച്ച് ഓപ്ഷൻ വരും. അവിടെ നമ്മൾ കലണ്ടർ ഐക്കൺ എന്നുള്ളത് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒത്തിരി ഐക്കൺസ് നമുക്ക് കാണാൻ സാധിക്കും. മുമ്പ് നമ്മൾ ഫ്രെയിംസ് കാണാൻ വേണ്ടി സിയോട് കൊടുത്തപ്പോൾ തന്നെ ഇവിടെയും സിയോട് കൊടുത്താലാണ് കേട്ടോ എല്ലാം നമുക്ക് കൂടുതലായിട്ട് കുറേ ഓപ്ഷൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഒരു ഐക്കൺ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ ഒരു പോർഷൻ വിട്ടിരിക്കുന്നത് നമ്മുടെ ബർത്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ഈ ഐക്കൺസ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കലണ്ടർ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള എല്ലാ ഐക്കൺസും എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്ലോക്കാണ്. അപ്പോൾ ക്ലോക്കും ഞാൻ ഇതുപോലെ തന്നെ ക്ലോക്ക് ഐക്കൺ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ ക്ലോക്ക് ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്തു. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇതൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട്. കാരണം നമുക്കിതിൻ്റെ താഴെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഐക്കണും സെയിം സൈസും ആയിരിക്കണം. നമ്മൾ ഡിഫറെൻറ്റ് സൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതും എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ഇവിടെ നമ്മളിപ്പം കലണ്ടറും ക്ലോക്കും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ഹോസ്പിറ്റൽ ഐക്കൺ ആണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എലമെൻസിൽ ഹോസ്പിറ്റൽ ഐക്കൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. അവർ ഏതാണോ നമ്മളോട് ആഡ് ചെയ്യാൻ പറയുന്നത് അത് മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി. ചിലപ്പോൾ ചിലർ അങ്ങനെ ഹോസ്പിറ്റൽ നെയിം, ഡോക്ടർ നെയിം അതൊന്നും വേണ്ട എന്ന് പറയും, ചിലർ നിർബന്ധമായിട്ട് വേണമെന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഡിസൈൻ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പക്ക ഒരു ഡിസൈൻ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്ററിൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചും കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും നമുക്ക് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡോക്ടേഴ്സ് ഐക്കണാണ്. അപ്പോൾ ഡോക്ടർ ഐക്കൺ ഞങ്ങൾ സെർച്ച് ചെയ്തു, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഞാൻ വേറെ വീഡിയോസിലൊന്നും പറയാത്ത ഒരു കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഈ ഐക്കൺസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ചെറിയ ചെറിയ ഐക്കൺസുമേ നമുക്ക് ക്രൗൺ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രൗൺ കാണുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഇട്ട് റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ബാക്കി നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാത്തിനും ഒരു ക്യാൻവ എന്നുള്ള റൈറ്റിങ്സ് ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ചെറിയ സൈസിലേക്ക് എടുക്കുമ്പോൾ, ഒരു മിനിമൽ സൈസിലേക്ക് ആക്കി എടുക്കുമ്പോൾ നമുക്ക് ആ റൈറ്റിങ്സ് കാണാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ എടുത്ത ഓപ്ഷൻസൊക്കെ ഇച്ചിരി സൈസ് കൂടുതലാണെന്നാണെങ്കിൽ നമുക്കവിടെ ആ റൈറ്റിങ്സ് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട്. ഇത് ഞാൻ മറ്റു വീഡിയോസിലൊന്നും പറഞ്ഞു കേട്ടുള്ളൂ. ഞാൻ എനിക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഒത്തിരി ബൾക്കായിട്ട് ഓർഡേഴ്സ് വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ റീചാർജ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ലതാണ്. കാരണം നമുക്ക് ഒത്തിരി നല്ല നല്ല ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മൾ റീചാർജ് ചെയ്യാത്തടത്തോളം കാലം നമുക്കത് കിട്ടില്ല. അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഐക്കൺസ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്ലഡ് ഐക്കൺ മാത്രമാണ്. അത് ബ്ലഡ് ഐക്കൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്കതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും പറയുവാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മളൊരു മിനിമൽ സൈസിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒക്കെ പക്കയാണോ എന്ന് നോക്കണം. അലൈൻമെൻറ്റ് പക്കയായാലാണ് നമ്മൾ ചെയ്ത സംഭവം ഒരു കറക്റ്റായിട്ട് ഒരു ഭംഗി നമുക്കത് കിട്ടുള്ളൂ. അത് അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പം നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐക്കൺസിൻ്റെയും താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ താഴെ കലണ്ടറിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യണം. ക്ലോക്കിൻ്റെ താഴെ ബർത്ത് ടൈം ആഡ് ചെയ്യണം. വെയിൻ സ്കെയിലിൻ്റെ താഴെ ബർത്ത് വെയിറ്റ് ആഡ് ചെയ്യണം. ഹോസ്പിറ്റൽ ഐക്കണിൻ്റെ താഴെ ഹോസ്പിറ്റൽ നെയിം ആഡ് ചെയ്യണം. ഡോക്ടേഴ്സിൻ്റെ ഐക്കണിൻ്റെ താഴെ നമുക്ക് ഡോക്ടറിൻ്റെ പേര് ആഡ് ചെയ്യണം. ബ്ലഡ് ഐക്കണിൻ്റെ താഴെ ബ്ലഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യണം. അങ്ങനെ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ബർത്ത് ഡീറ്റെയിൽസിൻ്റെ ഒരു സംഭവം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കുറച്ച് അലങ്കോല പണികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബേബി ഗേൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗേൾ ബേബി ആയതുകൊണ്ട് ഞാൻ ബേബി ഗേൾ അടിച്ചു കൊടുത്തു. അങ്ങനെ അത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സിഒ എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് കാണും. ഇതൊക്കെ നമ്മുടെ ബാക്കി നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ആ സ്പേസിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഈ വർക്ക് കാണാൻ ഒരു ഭംഗിയുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക്
കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്ന ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഈ ഗേൾ എടുത്തേക്കുന്നത് ഒരു പിങ്ക് കളറാണല്ലോ, നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാൻ പറ്റും. അതുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ താഴെ ജസ്റ്റ് ഒന്ന് നീക്കി കഴിഞ്ഞ് നമുക്ക് കളർന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ കളറിൻ്റെ ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട കളർ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത ആ പിങ്ക് എന്നുള്ളത് നമ്മളിപ്പോൾ ഗ്രേ ഷെയ്ഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് കളർ മാറ്റാൻ പറ്റുന്ന ഐക്കൺസും ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്രിയേറ്ററിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഐക്കൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി ആർഭാടാക്കിയിട്ടില്ല, അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ചില ഐക്കൺസിന് നമുക്ക് കളർ മാറ്റാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ ബേബി എന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഐക്കണിന് കളർ മാറ്റാൻ പറ്റില്ല, അതിൻ്റെ ആ സെയിം കളറിനെ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ നോക്കിയാണ് നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറിനും പിന്നെ നമ്മുടെ ബേബിയുടെ ഫോട്ടോൻ്റെ ആ ഡ്രസ്സിൻ്റെ കളറിനൊക്കെ മാച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് പറ്റുവാണെന്നാണെങ്കിൽ എടുക്കാം. ഇപ്പം ഇവിടെ യെല്ലോ ഗ്രേ ഒരു കളർ തീം വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ യെല്ലോ ഗ്രേ അങ്ങനെ എടുത്തത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ റൈറ്റിങ്സ് ഒക്കെ ഗ്രേ ആണ്, ലൈറ്റ് ഗ്രേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി ഇമേജസ് നമ്മളൊരു ഗ്രേ ഷെയ്ഡിൽ എടുക്കാനാണ് മാക്സിമം ട്രൈ ചെയ്തത്. അതിൽ നമുക്ക് 2 ഇമേജ് മാത്രം നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റിയിട്ടില്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഗ്രേയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐക്കണും കൂടി വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ് ഐക്കണാണ് കേട്ടോ. ഞാൻ ഗേൾ ബേബി ആണെങ്കിലും ബോയ് ബേബി ആണെങ്കിലും ഈ ഒരു ഐക്കൺ വിട്ടുള്ള പരിപാടിയില്ല. അപ്പം അതും അങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിന് ഒരു ഔട്ട്ലൈൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പം അതിന് വേണ്ടി ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്യുക. താഴെ നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ സ്റ്റൈലും ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ലൈൻ എടുത്തു, ലൈൻ സൈസ് 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നേരിയതായിട്ട് നമുക്കത് കാണുള്ളൂ. അതിനെപ്പോലെ തന്നെ നമുക്ക് താഴെ നമ്മുടെ പാരൻസിനും നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് താഴെയും ചെയ്യാനുള്ളൂ. നമ്മൾ സ്റ്റൈലുമേ നിൽക്കുക, നമുക്ക് അതിൻ്റെ സൈസ് നമ്മുടെ തിക്നെസ് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്കത് അറ്റാച്ച് ചെയ്ത് വന്നോളും. ഇനി നമുക്ക് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്കുള്ള ആരോമ ഞെക്കുമ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് വരും. അതിൽ ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ PDF സ്റ്റാൻഡേർഡ് എന്നുള്ളതിൽ നമുക്ക് PDF പ്രിൻ്റ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് അതിനെ കണ്ടുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ ഡൗൺലോഡ് ചെയ്ത് ഈ സംഭവം ഇപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ അയക്കണമെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏതിൽ വേണമെങ്കിലും വാട്സപ്പിൽ വേണമെങ്കിൽ വാട്സപ്പിൽ, അല്ലെങ്കിൽ മെയിൽ അയക്കണമെങ്കിൽ മെയിൽ അയക്കാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത സംഭവം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 220 ഷീറ്റിലാണ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ചില പ്രിൻ്റ് ഔട്ട് ഷോപ്പിൽ നമുക്ക് A3 ഷീറ്റിലായിരിക്കും പ്രിൻ്റ് ഔട്ട് എടുത്ത് തരാം. ചില ഷോപ്പുകളിൽ A4 നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. അപ്പോൾ നമ്മളത് അവരോട് ചോദിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ അവരോട് കാര്യം പറയണം. നമുക്കിങ്ങനെ A4 ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ A4 സൈസിൽ തന്നെ ഞങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരണം എന്ന് അവരോട് വ്യക്തമായിട്ട് പറയണം. അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാണ്ട് പോയൊരു ചെറിയൊരു ഭാഗമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഗ്ലാസ് നമ്മളൊരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ കുഞ്ഞു ഡസ്റ്റ് ഉള്ളത് നമുക്കത് പിന്നെ നമ്മൾ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അത് കാണും. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിതിങ്ങനെ എല്ലാം ചെയ്ത് കാണുമ്പോഴും ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരാം ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ ചച്ചുമോന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ആ വർക്ക് എനിക്ക് ഓർമ്മ വരും. അപ്പം ഗ്ലെയർ അടിക്കണ ആളൊന്നും മനസ്സിലാവില്ല അല്ലേ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വർക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ബേബി ബർത്ത് ഡീറ്റെയിൽസ് ഫ്രെയിമിൽ എനിക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനിപ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെന്താണ്, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഒരുപാട് വീട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിക്ക് പോകാൻ പറ്റാണ്ട് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ പറ്റിയൊരു സംഭവമാണ്. നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ എന്നോട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.